തരുന്നതുകൊണ്ട് തന്നെയാണ് കഴിക്കരുതെന്ന് പറഞ്ഞത്. അതായത് പൊറോട്ടയും ഫ്രൈഡ് റൈസും ജങ്ക് ഫുഡും അതുപോലെ നാളികേരമൊക്കെ ഇങ്ങനെ നേരിട്ടുള്ള തിരുമേനി പ്രത്യേകം പറയാറുള്ള സംഗതി. അതായത് ഈ അട, പുട്ട്, കൊഴുക്കട്ട, റവ ഉപ്മാവ് ഇതൊക്കെ ഈ ഡൈജഷൻ ആകെ തകരാറാക്കും. അപ്പൊ പിന്നെ നമ്മുടെ മരുന്ന് ശരിയാവണം ദഹിച്ച് ശരീരത്തിലേക്ക് ആകിരണം ചെയ്യില്ല. അതുകൊണ്ട് ഈ നാളികേരം റോ ആയിട്ട് നേരെ കിടക്കുന്ന, അരച്ച് കറി വെച്ച് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. നാളികേരം നേരെ കിടക്കുന്ന തോരനും അതുപോലെ ഈ അട, പുട്ട്, കൊഴുക്കട്ട തരം സംഗതികൾ ഒഴിവാക്കുക. പിന്നെ പൊറോട്ടയും ഫ്രൈഡ് റൈസും കുറെ ബേക്കറി സാധനങ്ങളും ഇതൊക്കെ കഴിച്ചിട്ട് അതിന്റെ കൂടെ കഷായം കഴിച്ചാൽ അതിന്റെ ദഹനം ശരിക്കും നടന്നത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യില്ല. അത് കുറച്ച് ഡിലേ ആവും. നമ്മള് 60-70% റിസൾട്ട് കിട്ടേണ്ടത് ഇങ്ങനെയുള്ളതിന്റെ കൂടെ കഴിക്കുമ്പോൾ പിന്നെ അത് 30-40 ആയിട്ട് കുറയാ. കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ മടുക്കും, നിർത്തുന്നത്. ഇനി മറ്റൊരു ആർക്കെങ്കിലും അവസരം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പായും. അപ്പൊ അതുകൊണ്ടാണ് ഈ കൃത്യനിഷ്ഠയോട് കൂടെ എല്ലാ സംഗതികളും ഒരുമിച്ച് പാലിക്കാനായിട്ട് ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡയറ്റ്. ഇനി നമുക്ക് അധികം തണുപ്പും പറ്റില്ല, അധികം ചൂടും പറ്റില്ല. ഓക്കെ, ഇതാണ് ജീവിത രീതി. ഓക്കെ, ഭക്ഷണ രീതികൾ ഒരുവിധം മനസ്സിലായില്ലേ? വിശദമായിട്ട് ഇനിയും പറയാൻ കേട്ടോ, ഓരോ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട്.